രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. അത് 10 വർഷം അവരനുഭവിച്ച പ്രയാസത്തിന്റെ അല്ലേ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ആഹ്ലാദമാണ് NG അസോസിയേഷന്റെ പ്രവർത്തകന്മാരിവിടെ കാട്ടിയത്. തീർച്ചയായിട്ടും അവരുടെ ആഹ്ലാദം ന്യായമാണ്. അവർക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞാൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേരുകയാണ്. തീർച്ചയായും അവരുടെ സന്തോഷം കേരള ജനതയ്ക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നേതാക്കളെ സ്വീകരിക്കുന്നതിൽ ഇപ്പോൾ മത്സരമുണ്ടോ? ഒരു മത്സരമില്ല. എന്ത് മത്സരം? ഞാൻ മഹാരാഷ്ട്രയിൽ ഇന്ന് DCC പ്രസിഡന്റുമാരുടെ ഫൈനലൈസ് ചെയ്യുന്ന ദിവസമാണ്. രാഹുൽജിയോട് ഇന്ന് 11:30 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. ഇല്ല, അതുമായിട്ടൊന്നും ബന്ധമില്ല. ഇത് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നിരീക്ഷകരായിട്ടുള്ള ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. 3:30 മണിയുടെ ഫ്ലൈറ്റിന് അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുമായി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. അല്ല, ഞാൻ ഈ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കമുണ്ടോ സാർ? എന്താണ് ഇപ്പോൾ ഈ വോട്ട് ചെയ്ത ആളുകളിൽ അതൊരു അമർഷം ഉണ്ടാക്കുന്നത്? ഒരമർഷത്തിനും കാര്യമില്ല. ഇതൊരു പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കുക. അത് എപ്പോഴും ഉള്ള കാര്യമല്ലേ? പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്ക് എല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനം എടുക്കും. 2021 രമേശ് ചെന്നിത്തലയ്ക്ക് MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ MLA-മാരുടെ നമ്പർ എന്ന് പറയുന്നത് ആപേക്ഷികമാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം ഹൈക്കമാൻഡിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അവരാണ് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരേത് മോഡ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിന് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവർക്ക് തീരുമാനമെടുക്കും. ഞായറാഴ്ചക്കകം പ്രഖ്യാപനം ഉണ്ടാവും. അല്ല, കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇന്ന് തന്നെ പ്രതിനിധികൾ വരികയല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയല്ലേ. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. അപ്പം കേരളത്തിൽ മാത്രം താമസിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥമാണ്? കേരളത്തിൽ മിന്നുന്ന വിജയമല്ലേ ഉണ്ടായത്? ജനങ്ങൾ ആവേശപൂർവ്വമാണ് UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വോട്ട് ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് അവരോടെല്ലാം നന്ദിയുണ്ട്. ഒരിക്കലും നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് VD സതീശനാണെന്നും അതുകൊണ്ട് സ്വാഭാവികമായി ആ പദവിക്ക് ഒരു സ്വാഭാവിക നീതി എന്നുള്ള രീതിയിൽ സതീശനാണെന്ന് അർഹൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ VD സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. അതാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിന്റെ മുമ്പിലാണ് അവർ ഉചിതമായ തീരുമാനം. താങ്കൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുനിന്ന്, അതായത് ആ ഒരു പാരമ്പര്യവും ആ ഒരു എക്സ്പീരിയൻസും പല പദവികൾ വഹിച്ച ആളുമാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും താങ്കളും ഈ റേസിൽ പരിഗണിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ താങ്കൾ ഈ റേസിൽ പരിഗണിക്കപ്പെടേണ്ട ആൾ തന്നെയല്ലേ? ബിൻരാജ്, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് യാതൊരു അഭിപ്രായം പറയുന്നത് ശരിയാണോ? അപ്പോൾ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും. അത് എല്ലാവരും അംഗീകരിക്കും. അതാണ് സ്വാഭാവികമായും പാർട്ടിയിൽ നടക്കുന്ന ഒരു നടപടിക്രമം. തന്റെ നിലപാട്
ചെന്നിത്തല വിശദീകരിക്കുന്നു. ഡൽഹിയിലെ ഈ സന്ദർശനത്തിന് ഈ കേരളത്തിലെ ചർച്ചകളുമായി ഒരു ബന്ധവുമില്ല. മഹാരാഷ്ട്ര PCC പ്രസിഡന്റുമാരെ തീരുമാനിക്കാനുള്ള അവസാന യോഗത്തിനായിട്ടാണ് അദ്ദേഹം എത്തിയതെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി ചർച്ചകൾ വളരെ സജീവമായി എത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെത്തും. MLA മാരെ കാണും. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കും എന്ന് വേണം മനസ്സിലാക്കാൻ.